ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കോയമ്പത്തൂരിൽ നമുക്കറിയാം ഒരുപാട് സ്ഫോടനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ നടന്നാലും ശരി അതിന്റെ ഒരു തുമ്പ് ഇന്ത്യയിലുണ്ടാകും, കേരളക്കരയിലുണ്ടാകും. ലോകത്തിന്റെ ഏത് കോണിൽ ഫ്രാൻസിൽ നടന്നാൽ അതിന്റെ കയ്യൊപ്പ് കേരളക്കരയിലുണ്ടാകും. അതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി കുടിയേറി എന്തെല്ലാം രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. നമ്മൾ കണ്ടതാണ് ഒരു കാർ ബോംബ് സ്ഫോടനം. സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ജമീഷ മുബീൻ എന്ന 22-കാരൻ കൂട്ടിത്തെറിച്ചത്. അവൻ കേരളത്തിന്റെ വിവിധ ജയിലുകളിൽ കിടന്ന ആളുകളെ സന്ദർശിച്ചതായിട്ട് അവൻ തന്നെ അവന്റെ ലാപ്ടോപ്പിൽ രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് NIA-ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയും പങ്ക് കേരളത്തിനുണ്ട് എന്നതാണ്. ഒന്നിൽ നിന്നും കേരളം ഒഴിവല്ല. കുക്കർ ബോംബ് സ്ഫോടനം അങ്ങനെ കോയമ്പത്തൂരിലാണെങ്കിലും മംഗലാപുരത്തായിരുന്നാലും അതാ പറഞ്ഞത്, രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് എവിടെയൊക്കെ നടന്നാലും ശരി ഒരു കേരളക്കാരന്റെ സാന്നിധ്യം അതിനകത്തുണ്ടാവും. 58 പേര് കൊല്ലപ്പെടുകയും 231 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ മുഖ്യപ്രതിയെ ഇന്ന് നമ്മളിപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അൽ ഉമ്മ എന്ന തീവ്രവാദ സംഘടനയുടെ തലവൻ ഭാഷ, അയാളെ രജനികാന്തിനേക്കാൾ വലിയ ഭാഷയായിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. അയാളെ രക്തസാക്ഷിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതും ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യവിരുദ്ധന് വേണ്ടിയിട്ട് പോസ്റ്റുകൾ ഇടുവാണ്. ഇപ്പോൾ ഈ രാജ്യവിരുദ്ധനായ തീവ്രവാദിയെ രക്തസാക്ഷിയാക്കി കാണിക്കുന്നു എന്ന് ആരോപിച്ച് തമിഴ്നാട് BJP ഘടകം രംഗത്ത് വന്നതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആളുകൾ എത്തി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാഷയുടെ കബറിടത്തിന് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ആഘോഷപൂർവമായ ശവസംസ്കാരത്തിന്റെ വീഡിയോകൾ വൈറലായിരുന്നു. ഇതോടെയാണ് ഈ തീവ്രവാദിയെ രക്തസാക്ഷിയാക്കുന്നു എന്ന് പറഞ്ഞ് BJP രംഗത്ത് വരുന്നത്. മറ്റാർക്കും അങ്ങനെ വരാനുള്ള ധൈര്യവുമില്ല. കാരണം ഇവരെ എതിർത്ത് നിൽക്കാൻ വേറെ ആർക്കാ പറ്റുക? വോട്ട് ബാങ്ക് പോകുമല്ലോ. നമ്മുടെ കപട രാഷ്ട്രീയത്തിന്റെ, കപട മതേതരത്വത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴത്തില്ലേ അവരെ പ്രത്യക്ഷമായിട്ട് എതിർത്താൽ? പരോക്ഷമായിട്ട് എതിർക്കാനുള്ള ധൈര്യവുമില്ല, പ്രത്യക്ഷമായിട്ട് തീരെയില്ല. 1998 ഫെബ്രുവരി 14 വൈകിട്ട് കോയമ്പത്തൂരിലെ RS പുരത്ത് BJP നേതാവായ LK അദ്വാനി പങ്കെടുക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ വേദിക്ക് സമീപത്തുണ്ടായ സ്ഫോടനം രാജ്യത്തെ ആകെ കിടികിടെ വിറപ്പിച്ച സ്ഫോടനമായിരുന്നു. സംഭവത്തിൽ ഭാഷ ഉൾപ്പെടെ 166 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 158 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. ഭാഷ ഉൾപ്പെടെ 43 പേർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചത്. ഭാഷ സ്ഥാപിച്ച അൽ ഉമ്മ എന്ന സംഘടനയ്ക്ക് പങ്കുള്ളതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഈ വർഷം ഏപ്രിൽ 18 താൽക്കാലികമായി പരോള് നൽകിയത്. തുടർന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയതോടെ പരോള് നീട്ടി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോയമ്പത്തൂരിലെ PSD ആശുപത്രിയിലായിരുന്നു അന്ത്യം. സൗത്ത് ഉക്കടത്ത് റോസ് നഗറിലെ ഭാഷയുടെ വസതിയിൽ നിന്ന് പുഷ്പ മാർക്കറ്റിലെ ഹൈദരാലി ടിപ്പു സുൽത്താൻ സുന്നത്ത് ജമാഅത്ത് മസ്ജിദിലേക്ക് അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടി മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തന്നെ ദ്രുതകർമ്മ സേനയിൽ നിന്നുള്ള ആളുകൾ അടക്കം 1500ഓളം പോലീസുകാരെയാണ് വിന്യസിപ്പിക്കേണ്ടി വന്നത്. ഭാഷയുടെ ശവഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ജനങ്ങളെ വൻതോതിൽ അനുവദിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മാത്രം പോലീസ് അനുവദിക്കണമായിരുന്നു എന്നാണ് BJP തമിഴ്നാട് പ്രസിഡന്റ് K. അണ്ണാമലൈ പറഞ്ഞത്. DMK സർക്കാരിന്റെ ഈ പ്രവൃത്തി കോയമ്പത്തൂരിൽ സമാധാനം തകർക്കുകയും വർഗീയ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അണ്ണാമലൈ ചെന്നൈയിൽ പറഞ്ഞു. ഭാഷയെ രക്തസാക്ഷിയായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ച് BJPയുടെ കോയമ്പത്തൂർ ഘടകം ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ക്രിമിനൽ, തീവ്രവാദി, കൊലപാതകി ഇവരെയൊക്കെ രക്തസാക്ഷിയായി വാഴ്ത്തുന്നത് സമൂഹത്തിൽ മോശം മാതൃക സൃഷ്ടിക്കുമെന്നും ശവസംസ്കാര ചടങ്ങ് അനുവദിക്കരുതെന്നും BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി കഴിഞ്ഞ ദിവസം പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. കയ്യിൽ രക്തമുള്ള ഒരു കൊലപാതകിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അനുവദിക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ അത് സമാധാനപരമായിട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് അർഹതയില്ലാത്ത വലിയ ബഹുമതികളോടുകൂടിയല്ല. തിരുപ്പതി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഭാഷ പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. 2003 ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം കോയമ്പത്തൂരിൽ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. ഇതെല്ലാം BJPയും
പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. ഇതോടെ കോയമ്പത്തൂരിൽ വീണ്ടും സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ നിന്നാണ് ഈ മതമൗലികവാദ ചിന്തകളും അക്രമങ്ങളും വർഗീയ പ്രശ്നങ്ങളും ആരംഭിച്ചത് എന്നും അതിന് ഉത്തരവാദികളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആ വ്യക്തി ഭാഷയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നൽകേണ്ടുന്ന സ്ഥാനമാനങ്ങളല്ല ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ തന്നെ തീർക്കാൻ, ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ വരെ പ്ലാനിട്ടിരുന്ന ഭാഷയെ ഇവര് രാജ്യത്തിന്റെ ബഹുമതി നൽകിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതും അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതും. ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് ആൾ മരിക്കുന്നത്. ഈ കൊടും ഭീകരന്റെ മരണവാർത്ത ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ദുഃഖാചരണം നടത്തുകയും ഹിന്ദുക്കൾക്കെതിരെ പരോക്ഷമായി ഭീഷണി മുഴക്കുകയും ചെയ്യുന്നവരുടെ സംഖ്യ അമ്പരപ്പിക്കുന്നതാണ്. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്കെന്ന് നമുക്ക് തോന്നിപ്പോകും. 98 ഫെബ്രുവരി 14 കോയമ്പത്തൂരിൽ LK അദ്വാനി പങ്കെടുക്കാനിരിക്കുന്ന പൊതുയോഗത്തിലായിരുന്നു ഇസ്ലാമിക ഭീകരൻ ബോംബ് സ്ഫോടനം നടത്തി 58 നിരപരാധികളെ കൊന്നത്. 231 പേരെ മരണശയ്യയിൽ കിടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ എത്ര പേർ. എത്താൻ വൈകിയത് കാരണം മാത്രം അദ്വാനി അന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. അൽ ഉമ്മ എന്ന ഭീകര സംഘടന ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. ഈ സംഘടനയുടെ സ്ഥാപകനാണ് ബാഷ ഉൾപ്പെടെ 158 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയതാണ്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ഇയാള്. 3 മാസം മുമ്പ് കിട്ടിയ പരോളിലാണ്, അതും ചികിത്സയ്ക്ക് വേണ്ടി മാത്രം. നീചമായ ഒരു കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് എന്ന് കോടതികൾ കണ്ടെത്തിയ ഒരു നരാധമനെ പോലും ഇങ്ങനെ വാഴ്ത്തപ്പെടാൻ നമ്മോടൊപ്പം ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെ സാധിക്കുന്നു? ഇത് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാർ പഠന വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. ദേശീയ നേതാവായ അദ്വാനിക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന അനന്തര ഫലങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ്. നിശ്ചയമായും അത്തരമൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അക്രമം നടത്തുന്നത്. ഭാഗ്യവശാൽ ഭീകരന്മാരുടെ പദ്ധതി അവരുദ്ദേശിച്ച രൂപത്തിലുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നില്ല. കോയമ്പത്തൂർ സംഭവത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം സമാനമായി ഗോദ്രയിൽ നടന്ന നിരപരാധികളുടെ കൂട്ടക്കൊല ഉണ്ടാക്കിയ നാശം എത്ര വലുതാണ് എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. എന്നിട്ടും വലിയൊരു വിഭാഗം തീവ്ര ചിന്താഗതിക്കാർ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളെ നിരോധിച്ചിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പരസ്യമായി രാജ്യവിരുദ്ധതയ്ക്കും ഭീകരതയ്ക്കും പൂർണ്ണ പിന്തുണ പ്രകടിപ്പിക്കാൻ ഇവിടെ ആളുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേലിലോ ശ്രീലങ്കയിലോ യൂറോപ്പിലോ ആഫ്രിക്കയിലോ ലോകത്തെവിടെ ഭീകരാക്രമണം നടന്നാലും ശരി, അത് ചെയ്യുന്നവരെ ന്യായീകരിക്കുകയും അവരെ വാഴ്ത്തുകയും അവരെല്ലാം ദൈവമാർഗത്തിൽ സഞ്ചരിച്ച നല്ല സത്യവിശ്വാസികളാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന, അവർക്ക് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ വളർന്നു വരുന്നു. തമിഴ്നാട്ടിലെ ഈ ഭീകരന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിൽ നിന്നും ഇത്രയധികം ആരാധകർ ഉണ്ടായത് എങ്ങനെയാണ്? രാജ്യസുരക്ഷാ ഏജൻസികൾ ഇതൊന്നും കാണുന്നില്ലേ? ഇന്നത്തെ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഒരു ചിത്രമാണ് ഫേസ്ബുക്കിലെ പല ലിങ്കുകളിലൂടെ നമ്മൾ കാണുന്നത്. ഒരുപാട് ലിങ്കുകൾ എൻ്റെ കയ്യിലുണ്ട് അത്തരത്തിലുള്ള. കോയമ്പത്തൂർ പോലീസിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി യുദ്ധകാല സാഹചര്യം പോലെ 2000-ഓളം പോലീസുകാരെയാണ് ഇയാളുടെ ശവസംസ്കാരത്തിന് വിന്യസിപ്പിക്കാൻ പോകുന്നത് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ ഖബറടക്കത്തിന് വന്നു ചേർന്നവർ എത്തരക്കാരാണ് എന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം. വർഷം മുഴുവനും പതുങ്ങിയിരിക്കുകയും വല്ലപ്പോഴും മാത്രം പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഈ സ്ലീപ്പർ സെല്ലുകളെ നിർവീര്യമാക്കാൻ സുരക്ഷാ ഏജൻസികൾ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി.